ശ്രീധർ ഒരു പൂക്കച്ചവടക്കാരനായിരുന്നു. ദിവസവും തലയിൽ പൂക്കുട്ടയും വെച്ച് തെരുവുകൾ തോറും നടന്ന് പൂ വിറ്റിരുന്നു. ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അയാൾ തന്റെ കുടുംബം പോറ്റിയിരുന്നത്. ഒരു ദിവസം ശ്രീധർ വളരെ നേരത്തെ വീട്ടിലേക്ക് വരുന്നു. ശ്രീധർ കാലിക്കുട്ടയുമായി വരുന്നത് കണ്ട് അത്ഭുതപ്പെട്ട അവന്റെ ഭാര്യ മമത ശ്രീധറിനോട് ഇങ്ങനെ ചോദിക്കുന്നു: എന്തു പറ്റി ചേട്ടാ, ഇന്ന് നേരത്തെ വന്നല്ലോ, കച്ചവടം നന്നായി നടന്നോ? ഇങ്ങനെ ചോദിച്ച മമതയോട് ശ്രീധർ ഇങ്ങനെ പറയുന്നു: ഇന്ന് കച്ചവടം നല്ലതായിരുന്നു മമത. ഒരു സ്ഥലത്ത് വെച്ച് തന്നെ പകുതി പൂവും വിറ്റുപോയി. അതുകൊണ്ട് അധികം നടക്കാതെ തന്നെ ഇന്ന് പൂവെല്ലാം വിറ്റു തീർന്നു. കുളിക്കാൻ വെള്ളം ചൂടാക്ക്. അതിനു മുൻപ് കുടിക്കാൻ കുറച്ച് വെള്ളം താ. ഇങ്ങനെ ദിവസവും ശ്രീധർ പൂ വിൽക്കാൻ പോകുന്നു. ആ ചെറിയ വരുമാനം കൊണ്ട് അവരുടെ കുടുംബം സന്തോഷത്തോടെ ജീവിക്കുന്നു. ഒരു ദിവസം വരുമാനമുണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസം അവർ പട്ടിണിയിലാണ്. ഇങ്ങനെയുള്ള ജീവിതമാണ് അവരുടേത്. എങ്കിലും അവർ വളരെ സ്നേഹത്തിലും സന്തോഷത്തിലുമാണ് ജീവിച്ചിരുന്നത്. അങ്ങനെ ഒരു ദിവസം ശ്രീധർ പൂ വിറ്റുകൊണ്ട് വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഒരു കാറ് വളരെ സ്പീഡിൽ അയാളെ കടന്നു പോകുന്നു. ആ കാർ ഇടിക്കാതെ ശ്രീധർ സൈഡിലേക്ക് മാറി നിന്നപ്പോൾ അയാളുടെ തലയിൽ നിന്നും പൂക്കട്ട റോഡിലേക്ക് വീഴുന്നു. ആ കുട്ടയുടെ മുകളിലൂടെ കാർ കയറി ഇറങ്ങുന്നു. ഇത് കണ്ട ശ്രീധർ ഇങ്ങനെ നിലവിളിക്കുന്നു: അയ്യോ സാർ, എന്റെ പൂക്കൾ, എന്റെ കുട്ട! അയാൾ അങ്ങനെ നിലവിളിച്ചെങ്കിലും അപ്പോഴേക്കും കാർ കുട്ടയുടെ മുകളിലൂടെ കയറി ഇറങ്ങിയിരുന്നു. ആ കാറിൽ നിന്നും വിജയ് എന്നൊരാൾ ഇറങ്ങുന്നു. അയാൾ ദേഷ്യത്തിൽ തന്റെ കാർ നോക്കിയിട്ട് ശ്രീധറിനോട് ഇങ്ങനെ പറയുന്നു: നിനക്ക് ബോധമില്ലേ? ഒരു ബോധവുമില്ലാതെ റോഡിലൂടെ ഇറങ്ങി നടന്നോളും, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ. ശ്രീധർ ഇങ്ങനെ മറുപടി പറയുന്നു: ചേട്ടാ, ഇതിലെന്റെ ഭാഗത്ത് തെറ്റില്ല. നോക്കൂ, ഞാൻ ഓരമായി തന്നെയാണ് നടന്നു പോയിക്കൊണ്ടിരുന്നത്. അതുമല്ല, എനിക്കെന്റെ 500 രൂപയുടെ പൂക്കളാണ് കാറിനടിയിൽ കിടക്കുന്നത്. ഞാൻ ഇനി എന്തു ചെയ്യും? ഇത് കേട്ടപ്പോൾ വിജയ്ക്ക് ദേഷ്യം കൂടി. മണ്ടത്തരം പറയാതെ മിണ്ടാതിരിക്കെ. നിങ്ങൾ കാരണം എനിക്ക് കാറിൽ പോറൽ വീണു. അത് നന്നാക്കാൻ 3000 രൂപയാകും. നീ ഇങ്ങനെ തന്നെ ചെലച്ചുകൊണ്ടിരുന്ന ഞാൻ പോലീസിനെ വിളിക്കും. ഇത് കേട്ട ശ്രീധർ പേടിച്ചു പോകുന്നു. അയ്യോ വേണ്ട, ഈ ചെറിയ കാര്യത്തിന് എന്തിനാ പോലീസ്? ഞാൻ പൊക്കോളാം. ഇങ്ങനെ പറഞ്ഞിട്ട് ശ്രീധർ അവിടെ നിന്ന് പോകുന്നു. വളരെ വിഷമത്തോടെ ഒഴിഞ്ഞ കൈകളുമായി അയാൾ വീട്ടിലെത്തുന്നു. ശ്രീധറിനെ ഈ അവസ്ഥയിൽ കണ്ട മമത ഇങ്ങനെ പറയുന്നു: എന്തു പറ്റി ചേട്ടാ, പൂക്കുട്ട എവിടെയെങ്കിലും വെച്ചിട്ട് വന്നതാണോ? ഭാര്യയുടെ ഈ ചോദ്യങ്ങൾ കേട്ടപ്പോൾ ശ്രീധർ നടന്ന കാര്യങ്ങൾ മമതയോട് പറയുന്നു. അത് കേട്ട മമത ഇങ്ങനെ പറയുന്നു: ഓ ഈശ്വരൻ നമ്മളെ എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത്? പൂക്കളുമില്ല, കുട്ടയുമില്ല. ഇക്കണക്കിന് നമ്മൾ എങ്ങനെ ജീവിക്കും? എന്ത് ചെയ്യണമെന്ന് ഒരു ഊഹവുമില്ല. നീ എന്തെങ്കിലും കഴിക്കാനെടുക്ക്, കഴിച്ചിട്ടൊന്ന് ഉറങ്ങട്ടെ. നാളെ എന്ത് ചെയ്യണമെന്ന് ഈശ്വരൻ വഴി കാണിക്കുമായിരിക്കും. രാവിലെ പറയാൻ മറന്നുപോയി. അരി തീർന്നു. അതുപോലെ ഇപ്പോൾ കഴിക്കാനും ഒന്നുമില്ല. അടുത്ത വീട്ടിലെ ചേച്ചി അവരുടെ മാവിലുണ്ടായ കുറച്ച് മാമ്പഴം തന്നിട്ടുണ്ട്. അതേ ഉള്ളൂ. സാരമില്ല. നമുക്ക് 2 ദിവസം കഴിക്കാനുള്ള മാങ്ങ ഉണ്ടാവുമല്ലോ അല്ലേ? അത് എടുത്തോണ്ട് വാ, കഴിക്കാം. ശ്രീധർ ഇങ്ങനെ പറഞ്ഞപ്പോൾ മമത മാമ്പഴം വെച്ചിരുന്ന കുട്ടയുമായി വരുന്നു. അവർ രണ്ടുപേരും മാമ്പഴം കഴിക്കുന്നു. കഴിച്ചു കഴിഞ്ഞ് ശ്രീധർ ഇങ്ങനെ പറയുന്നു: മമത, നല്ല മാങ്ങയാണല്ലോ, നല്ല രുചി. അതെ, അവർ വളരെ കാര്യത്തിൽ വളർത്തിയ മാവിൻ തോട്ടത്തിൽ നിന്നുള്ളതാണിത്. ഇത്തവണ നല്ല കായ്ഫലമുണ്ടെന്നാണ് ചേച്ചി പറഞ്ഞത്. അതുകൊണ്ട് അവർ വളരെ സന്തോഷത്തിലാണ്. കൊള്ളാമല്ലോ. ഞാൻ നാളെ ചേച്ചിയെ കണ്ട് നന്ദി പറയാം. അടുത്ത ദിവസം രാവിലെ ശ്രീധർ അയൽപ്പക്കത്തുള്ള ചേച്ചിയെ കാണാൻ പോകുന്നു. ചേച്ചി, ഇന്നലെ തന്ന മാമ്പഴം സൂപ്പറായിരുന്നു. വളരെയധികം നന്ദിയുണ്ട്. അത് കേട്ട് ആ സ്ത്രീ ഇങ്ങനെ പറയുന്നു: അതിനെന്തിനാ ഈ നന്ദിയൊക്കെ? ഞങ്ങൾ പണ്ട് തട്ട മാവാണത്. ഇപ്പോൾ നല്ല മധുരമുള്ള മാമ്പഴമാണ് അതിൽ നിന്ന് കിട്ടുന്നത്. അതാണ് നിങ്ങൾക്ക് തന്നത്. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറേയധികം ആളുകൾ ഇത് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. പച്ചമാങ്ങ വരെ അവർ എറിഞ്ഞു വീഴ്ത്താറുണ്ട്. അതോർക്കുമ്പോൾ ഒരു വിഷമം. ശരിയാണ് ചേച്ചി, നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. ചേച്ചിയോടൊരു സഹായം ചോദിക്കാൻ കൂടിയാണ് ഞാൻ വന്നത്. ഇന്നലെ റോഡിൽ നടന്ന കാര്യങ്ങൾ മോളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ.
അത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയല്ലേ? പക്ഷേ തന്നു സഹായിക്കാൻ എൻ്റെ കയ്യിലിപ്പോൾ കാശില്ല. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾക്ക് വരുമാനത്തിന് ഒരു മാർഗമുണ്ടാകുന്നതുവരെ ഞാൻ നിങ്ങൾക്ക് എന്നും മാമ്പഴം തരാം. അത് വിറ്റ് പണമുണ്ടാക്കാൻ നോക്കൂ. എന്താ, അത് മതിയാവുമോ? ഞാൻ ചേച്ചിയോട് കാശ് ചോദിക്കാൻ വന്നതല്ല. ഇവിടുത്തെ മാമ്പഴം വളരെ രുചിയുള്ളതാണ്. മാർക്കറ്റിൽ ഇതിന് നല്ല വില കിട്ടും. ചേച്ചി സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ഈ മാവെല്ലാം നോക്കിക്കോളാം. ആരും മാമ്പഴം പറിക്കാതെ ഞാൻ നോക്കാം. അതുപോലെ കിട്ടുന്ന മാമ്പഴം ഞാൻ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാം. ഇത് നല്ല ഐഡിയയാണ്. അല്ലെങ്കിൽ എല്ലാവരും മാമ്പഴം പറിച്ച് ഈ മാവ് ആർക്കും ഉപകാരമില്ലാതെ പോകും. നീ പറഞ്ഞതുപോലെ ചെയ്തോളൂ. അപ്പോൾ എനിക്കും കുറച്ച് ക്യാഷ് കിട്ടും, നിന്റെ ബുദ്ധിമുട്ടുകൾക്കും ഒരാശ്വാസം കിട്ടും. ചേച്ചി പറഞ്ഞത് കേട്ട് ശ്രീധർ വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകുന്നു. ശ്രീധർ മമതയോട് നടന്ന കാര്യങ്ങൾ പറയുന്നു. അത് കേട്ട് മമത ഇങ്ങനെ പറയുന്നു: ഇത് നന്നായി, ഈശ്വരൻ നമുക്കൊരു വഴി കാണിച്ചു തന്നു. ഒരു വഴി അടഞ്ഞപ്പോൾ ഒരു വഴി തുറന്നു തന്നു അദ്ദേഹം. മമത, ഈ ചേച്ചിക്ക് ബന്ധുക്കളാരുമില്ലേ? അവിടെ ഇതുവരെയും ആരെയും കണ്ടിട്ടില്ല. അതെനിക്കും അറിയില്ല. പക്ഷേ മറ്റുള്ളവർ പറയുന്നത് അവർക്ക് മക്കളുണ്ടെന്നും അവർ അമേരിക്കയിലാണെന്നുമാണ്. പാവം, ഈ പ്രായത്തിലും ഒറ്റയ്ക്കാണ്. ഇതവരുടെ ഭർത്താവ് ഉണ്ടാക്കിയ വീടാണ്. ഇവിടുന്ന് പോകില്ല എന്ന് പറഞ്ഞ് മക്കളുമായി വാശി പിടിച്ചാണ് അവരിവിടെ നിൽക്കുന്നത് എന്നാണ് കേട്ടിട്ടുള്ളത്. ഈശ്വര, എന്തു നല്ല സ്ത്രീയാണ് ചേച്ചി. അവർക്കിങ്ങനെ വരാൻ പാടില്ലായിരുന്നു. സാരമില്ല, ഈ മാമ്പഴ കച്ചവടത്തിലൂടെ നമുക്ക് നല്ല വരുമാനം കിട്ടിയാൽ നമുക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താം. മമതയ്ക്കും ഇത് കേട്ട് വളരെ സന്തോഷമാകുന്നു. അന്നു മുതൽ ശ്രീധർ ചേച്ചിയുടെ മാമ്പഴത്തോട്ടത്തിലെ എല്ലാ മാവിനും കാവൽ നിൽക്കുന്നു. അതുപോലെ ദിവസവും മാമ്പഴം പറിച്ച് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. വിറ്റ് കിട്ടുന്ന പണത്തിന്റെ ഒരു പങ്ക് അയാൾ ചേച്ചിക്കും കൊടുത്തു. അങ്ങനെ ശ്രീധറിന്റെ അധ്വാനത്തിലൂടെ 2 കുടുംബങ്ങൾ സന്തോഷത്തിൽ കഴിഞ്ഞു വന്നു. ശ്രീധറിന്റെ പൂക്കൾ ഇടിച്ചിട്ട വിജയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. വിജയുടെ ഭാര്യ സരസ്വതി എന്തോ അപൂർവ രോഗത്തിനടിമയാണ്. ഭാര്യയുടെ രോഗം മാറ്റാൻ വേണ്ട ചികിത്സയ്ക്കായി കൊടുക്കാൻ വിജയുടെ കയ്യിൽ കോടിക്കണക്കിന് കാശുണ്ട്. പക്ഷേ സരസ്വതിയെ ചികിത്സിക്കുന്ന ഡോക്ടർ ഇങ്ങനെ പറയുന്നു: നോക്ക് വിജയ്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. അവർക്ക് എപ്പോഴും സന്തോഷം കൊടുക്കുക. അവരുടെ മനസ്സിന്റെ ബലവും സന്തോഷവും അവർക്ക് നല്ല ആരോഗ്യം നൽകും. ട്രൈ ടു കീപ് ഹെർ ഹാപ്പി. ഡോക്ടറിന്റെ വാക്കുകൾ കേട്ട് വിജയ് തന്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നു: ശരി ഡോക്ടർ, അവൾക്ക് ഞാൻ എപ്പോഴും സന്തോഷം നൽകും. ഇതാണ് ഇനി എൻ്റെ ജീവിത ലക്ഷ്യം. നാളെ തന്നെ അവൾക്ക് വേണ്ടി ഒരു ഡയമണ്ട് സെറ്റ് വാങ്ങുന്നുണ്ട്. അതവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവൾക്ക് വേണ്ടി ഒരു വില്ല വാങ്ങും. കുറച്ച് നാളായി അവളൊരു പുതിയ വില്ല വാങ്ങാൻ പറയുന്നു. അവൾക്കൊരു സർപ്രൈസ് കൊടുക്കണം. ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ അവൾ സന്തോഷവതിയാകും. ഫ്രണ്ട്സ്, നമ്മുടെ ശ്രീധർ തന്റെ ഭാര്യയുടെ സപ്പോർട്ടോടുകൂടി ഇങ്ങനെ തന്റെ മാമ്പഴ കച്ചവടമൊക്കെയായി സന്തോഷകരമായ ജീവിതം നയിക്കുമോ? സ്വന്തം പണത്തിന്റെ അഹങ്കാരം കാരണം ഭാര്യയുടെ ആഗ്രഹങ്ങളെ പോലും പണം കൊണ്ടളക്കുന്ന വിജയ്ക്ക് താൻ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ വഴി സരസ്വതിയെ രക്ഷിക്കാൻ കഴിയുമോ? എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് തുടർന്നും കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.